So next is stability and region of convergence. That is, if h of n is the impulse response of a causal or non-causal linear time invariant system and h of z is the z transform of h of n. അതായത് ഇത്രേ ഉള്ളൂ, ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആണ്, എച്ച് ഓഫ് ഇസഡ് ആണ് അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എങ്കിൽ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, അതായത് ആ സിസ്റ്റം ബിബോ സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ, ബിബോ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ട് ഒരു ബൗണ്ടഡ് വാല്യൂ ആണ്, അതായത് ഇൻപുട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം, ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് സ്റ്റേബിൾ ആയിരിക്കും. ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, ശരിക്കും സ്റ്റെബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം ഇൻഫിനിറ്റിയിലോട്ട് പോയില്ലെങ്കിൽ അത് സ്റ്റേബിളാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റേബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റീജിയൺ ഓഫ് കൺവെർജൻസ് ഫോർ എച്ച് ഓഫ് ഇസഡ്, ഈ എച്ച് ഓഫ് ഇസഡിൽ ഞാൻ റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ യൂണിറ്റ് സർക്കിൾ. നമ്മൾ സെറ്റ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ, ഇതാണ് സെറ്റ് പ്ലെയിൻ വരയ്ക്കുക. ദിസ് ഇസ് റിയൽ പാർട്ട്, ദിസ് ഇസ് ഇമാജിനറി പാർട്ട്. എന്നിട്ട് നമ്മൾ റീജിയൺ ഓഫ് കൺവെർജൻസ് ഇങ്ങനെ കണ്ടുപിടിക്കും. ഈ റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റീജിയൺ ഓഫ് കൺവെർജൻസ്. ഇവിടെ വാല്യൂ 2 ആണെങ്കിൽ യൂണിറ്റ് സർക്കിൾ ഇതിനുള്ളിലാണ് നിൽക്കുന്നത് അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇനി ഞാൻ റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് റീജിയൺ ഓഫ് കൺവെർജൻസ് കിട്ടിയത് ഇങ്ങനെയാണെന്ന് വെച്ചോ, പുറത്തേക്കാണ്. ഇതിൻ്റെ വാല്യൂ, ഈ പോയിന്റിലെ വാല്യൂ 3 or 2 ആണെങ്കിൽ യൂണിറ്റ് സർക്കിൾ ഇവിടെയാണ്, റീജിയൺ ഓഫ് കൺവെർജൻസ് പുറത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല, സ്റ്റേബിൾ അല്ല. അപ്പോൾ ഒരു സിസ്റ്റം ബിബോ സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ എച്ച് ഓഫ് ഇസഡ് വെച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എച്ച് ഓഫ് ഇസഡിൻ്റെ റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കണം. ആ റീജിയൺ ഓഫ് കൺവെർജൻസിൽ യൂണിറ്റ് സർക്കിൾ ഇൻക്ലൂഡഡ് ആണെങ്കിൽ എനിക്കതിനെ ബിബോ സ്റ്റേബിൾ എന്ന് പറയാം. സോ നെക്സ്റ്റ് ഈസ്, അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫൈൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഹൂസ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 2n u ഓഫ് n. അപ്പോൾ എന്ത് ചെയ്യുക, എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാം. അപ്പോൾ എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ ആയത് കാരണം എന്ത് ചെയ്തു, സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity 2n സെഡ് റൈസ് ടു മൈനസ് n. അപ്പോൾ ഇതെന്ത് കിട്ടും, 2 into സെഡ് ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു n. ഇതിങ്ങനെ കിട്ടും, സിഗ്മ 2 സെഡ് ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു n ഫോർ ദ ലിമിറ്റ് 0 to infinity. അപ്പോൾ എന്ത് കിട്ടും, 1/1 minus 2 സെഡ് ഇൻവേഴ്സ് which is equal to z by z minus 2. ഇനി ഇതിൻ്റെ റീജിയൺ ഓഫ് കൺവെർജൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഈ വാല്യൂ അതായത് 2 into z ഇൻവേഴ്സ് എങ്ങനെയായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. ഇത് നമുക്ക് അറിയാം, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലംസിലൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ലെസ് ദാൻ 1 വരുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്ത് എഴുതാം, 2/z ലെസ് ദാൻ 1, ദാറ്റ് ഈസ് z ഗ്രേറ്റർ ദാൻ 2 അല്ലേ, z ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ റീജിയൺ ഓഫ് കൺവെർജൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, ദിസ് ഈസ് എ സർക്കിൾ വിച്ച് കണ്ടെയ്ൻസ് 2 ആൻഡ് ദിസ് ഈസ് റീജിയൺ ഓഫ് കൺവെർജൻസ്. യൂണിറ്റ് സർക്കിൾ എവിടെയാണ്, ഇതിനുള്ളിലാണ് അല്ലേ. അപ്പോൾ ഇതെന്തല്ല, സ്റ്റേബിൾ അല്ല. കാരണം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ റീജിയൺ ഓഫ് കൺവെർജൻസിൽ യൂണിറ്റ് സർക്കിൾ വരണം. സോ സിസ്റ്റം എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഇതിപ്പോൾ ഏത് പ്രോബ്ലത്തിലാണെങ്കിലും നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, യൂണിറ്റ് സർക്കിൾ ROCയിൽ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമുക്ക് എന്തറിയാനായിട്ട് പറ്റും, റീജിയൺ ഓഫ് സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് റീജിയൺ ഓഫ് കൺവെർജൻസ്. അപ്പോൾ ആദ്യം പറയുന്നത്, റീജിയൺ ഓഫ് കൺവെർജൻസ് ഈസ് എ റിംഗ് ഓർ എ ഡിസ്ക് ഇൻ ദ സെറ്റ് പ്ലെയിൻ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ. അത് നമുക്കറിയുന്ന കാര്യം, നമ്മൾ കുറേ റീജിയൺ ഓഫ് കൺവെർജൻസ് ഒക്കെ വരച്ചതാണ്. എല്ലാം 0യിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള സർക്കുലർ ഡിസ്ക്കാണ് റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. ഇനി റീജിയൺ ഓഫ് കൺവെർജൻസ് കനോട്ട് കണ്ടെയ്ൻ എനി പോൾസ്. അതായത് ഞാനൊരു നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിനകത്ത് എന്തെഴുതി, എച്ച് ഓഫ് ഇസഡ് എഴുതി. അതിൻ്റെ റീജിയൺ ഓഫ് കൺവെർജൻസ് എങ്ങനെയായിരുന്നു, സെഡ് ഗ്രേറ്റർ ദാൻ 2, 2വിനേക്കാളും കൂടിയൊരു വാല്യൂ ആണ് സെഡ്. ഇവിടെ പോൾ എന്താണ്, പോൾ എന്ന് പറയുന്നത് z z - 2 = 0, ദാറ്റ് ഈസ് z = 2 ആണ് ഇവിടുത്തെ പോൾ എന്ന് പറയുന്നത്.
ആ പോൾ എന്തിലും ഉണ്ടാവത്തില്ല, റീജിയൺ ഓഫ് കൺവെർജൻസിൽ ഉണ്ടാവത്തില്ല. ഈ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ശരിക്കും അത് പറയാനായിട്ട് പറ്റത്തില്ല. രണ്ട് സീക്വൻസ് ഒക്കെ വരുന്ന, അതായത് രണ്ട് ടേംസ് വരുന്ന പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും, രണ്ട് സർക്കുലർ ഡിസ്കിന് ഉള്ളിൽ കിട്ടാം, അല്ലെങ്കിൽ രണ്ട് സർക്കുലർ ഡിസ്ക് വരച്ചിട്ട് ഒരെണ്ണത്തിന് പുറത്തേക്കും ഒരെണ്ണത്തിന് അകത്തേക്കും ഒക്കെ വരാം. അങ്ങനെയൊന്നും വരുമ്പോൾ ഈ റീജിയൺ ഓഫ് കൺവെർജൻസിൽ എന്ത് വരത്തില്ല, ഈ പോൾ കണ്ടെയ്ൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, റീജിയൺ ഓഫ് കൺവെർജൻസ് കനോട്ട് കണ്ടെയ്ൻ എനി പോൾസ് എന്ന് പറയുന്നത്. നൗ ഫോർ എ കോസൽ സീക്വൻസ് ROC ഈസ് എൻ്റയർ Z പ്ലെയിൻ എക്സെപ്റ്റ് അറ്റ് Z equal to 0. ഇത് നമ്മൾ റൈറ്റ് സൈഡഡ് സിഗ്നലും ലെഫ്റ്റ് സൈഡഡ് സിഗ്നലും പറഞ്ഞപ്പോൾ പറഞ്ഞ സെയിം കാര്യമാണ്. കോസൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ Z equal to 0 ആകുമ്പോഴത്തേക്കും സിസ്റ്റം ഇൻഫിനിറ്റിയിലോട്ട് പോവും. അപ്പോൾ അത് റീജിയൺ ഓഫ് കൺവെർജൻസ് അല്ല. ഇത് അടുത്തത് നമ്മൾ കണ്ടതാണ്. ഫോർ നോൺ കോസൽ സീക്വൻസ് ROC ഈസ് ദ എൻ്റയർ Z പ്ലെയിൻ എക്സെപ്റ്റ് അറ്റ് Z equal to ഇൻഫിനിറ്റി. ഇത് നമ്മൾ കണ്ടായിരുന്നു. കാരണം നോൺ കോസൽ സീക്വൻസ് എഴുതുമ്പോൾ എനിക്ക് Z raised to മൈനസ് ടേം വരും. അപ്പോൾ Z raised to n വരും. അങ്ങനെ വരുമ്പോൾ ഇത് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റം ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. റൈറ്റ് സൈഡഡ് സിഗ്നലും ലെഫ്റ്റ് സൈഡഡ് സിഗ്നലും കണ്ടപ്പോൾ ഈ രണ്ട് കേസ് നമ്മളവിടെ കണ്ടതാണ്. നൗ ഇനി ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ ടു സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ, ഒന്ന് നമ്മൾ റൈറ്റ് സൈഡഡ് പറഞ്ഞു, ദെൻ ലെഫ്റ്റ് സൈഡഡ് പറഞ്ഞു. ടു സൈഡഡ് ആണെന്നുണ്ടെങ്കിൽ ROC ഈസ് ദ എൻ്റയർ Z പ്ലെയിൻ എക്സെപ്റ്റഡ് Z equal to 0 ആൻഡ് Z equal to ഇൻഫിനിറ്റി. കാരണം ഇതിൻ്റെ രണ്ടിനെയും കൂടെ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു റീജിയൺ ഓഫ് കൺവെർജൻസ് ആയിരിക്കും നമുക്ക് എന്തിൽ വരിക, ആ കമ്പൈൻഡ് സീക്വൻസിൽ, അതായത് ടു സൈഡഡ് സീക്വൻസിനകത്ത് വരിക. ഇനി ഇഫ് X of n ഈസ് ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ടു സൈഡഡ് സീക്വൻസ്, അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, രണ്ട് ടേംസ് വരുന്നത്. ROC വിൽ കൺസിസ്റ്റ് ഓഫ് എ റിംഗ് ഇൻ ദ Z പ്ലെയിൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടിയായിരുന്നു. ഒരു കേസിൽ ഇങ്ങനെ കിട്ടി. അതേ കേസിൽ തന്നെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മളൊന്നും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കേസ് നമുക്ക് കിട്ടിയായിരുന്നു. സോ അതെവിടെ പറഞ്ഞേക്കുന്നത്, ഇഫ് X of n ഈസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ ടു സൈഡഡ് സീക്വൻസ് ROC വിൽ കൺസിസ്റ്റ് ഓഫ് എ റിംഗ് ഇൻ ദ Z പ്ലെയിൻ. അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, വിച്ച് ഈസ് ബൗണ്ടഡ് ഓൺ ദ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ബൈ എ പോൾ നോട്ട് കണ്ടെയ്നിങ് എനി പോൾസ്. ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് അറിയാം ഇവിടെ AB അല്ലെങ്കിൽ ഇവിടെ BA ഇങ്ങനെയാണ് വന്നത്. ഈ രണ്ട് പോൾസും ഇല്ല. എന്നാൽ എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റീരിയറോ അല്ലെങ്കിൽ എക്സ്റ്റീരിയറോ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ROC ഓഫ് LTI സിസ്റ്റം കണ്ടെയ്ൻ യൂണിറ്റ് സർക്കിൾ. അതായത് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അതെന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിലെന്തുണ്ടാവും, സ്റ്റേബിൾ സിസ്റ്റം ആണെങ്കിൽ എന്ത് വരും, സ്വാഭാവികമായിട്ടും റീജിയൺ ഓഫ് കൺവെർജൻസിനകത്ത് യൂണിറ്റ് സർക്കിൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ദെൻ ROC മസ്റ്റ് ബി എ കണക്റ്റഡ് റീജിയൻ. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ROC എന്ന് പറയുന്നത് അവിടെ ഇവിടെയായിട്ട് പോയി കിടക്കുന്ന റീജിയൻ അല്ല, ഒന്നുകിൽ ഇതിനുള്ളിലും ഇതിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരു റീജിയൻ. അതുകൊണ്ടാണ് ROC മസ്റ്റ് ബി എ കണക്റ്റഡ് റീജിയൻ എന്ന് പറയാം. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, റീജിയൺ ഓഫ് കൺവെർജൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം.